സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 12 മിൻഹ അർബഅത്തുൻ ഹുറുമുൻ. ആ മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് നേരെ ചൊവ്വയുള്ള ദീൻ. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ആ മാസങ്ങളിൽ നിങ്ങളുടെ സ്വന്തത്തിനോട് ദുൽമു ചെയ്യരുത്. നിങ്ങൾ പാപങ്ങളിൽ മുഴുകുന്ന, പാപം ചെയ്യുന്ന ആളുകളായി, സ്വന്തത്തിനോട് ദുൽമു ചെയ്യുന്ന ആളുകളായി മാറരുത്. സഹോദരങ്ങളെ, കഴിഞ്ഞ 2 മാസങ്ങളായി നാം ഈ മാസത്തിലും, അത് അശ്ഹറുൽ ഹുറും പവിത്രമായ മാസങ്ങളിലാണ്. ഇനി നാം പ്രവേശിക്കാൻ പോകുന്നതും പവിത്രമായ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന സമാന ഖദ് ഇസ്തദാര കഹൈഅതി യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർദ്. കാലം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അതിൻ്റെതായ രീതിയിൽ ആയി തുടങ്ങി. അസ്സനതു 12 ശഹ്റൻ മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ ഒരു വർഷത്തിലെ മാസങ്ങളുടെ എണ്ണം അത് 12. അതിൽ 4 എണ്ണം പവിത്രമായ മാസമാണ്. സലാസത്തുൻ മുതവാലിയാത്തുൻ, അതിൽ 3 എണ്ണം അടുപ്പിച്ചു വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ വദുൽ ഹിജ്ജ വൽ മുഹറം. നാം ഇപ്പോൾ ഉള്ള മാസമായ ദുൽഹിജ്ജ ഉൾപ്പെടെ ദുൽഖഅദ, ദുൽഹിജ്ജ, ഇനി കടക്കുന്ന മുഹറവും. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വറജബുൻ ശഹ്റു മുദറൽ ലദീ ബൈന ജുമാദ വശഅബാൻ. ജുമാദയുടെയും ശഅബാനിന്റെയും ഇടയിലുള്ള റജബാണ് 4ാമത്തെ മാസം എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കും. അവന് ഇഷ്ടമുള്ളതിന് പ്രത്യേകമായ പവിത്രതകൾ നൽകും. ഇഷ്ടമുള്ള സ്ഥലത്തിന്, ഇഷ്ടമുള്ള സമയത്തിന്. അങ്ങനെ അല്ലാഹു തആല പ്രത്യേകത നൽകിയ, പവിത്രത നൽകിയ മാസങ്ങളാണ് ഈ 4 മാസങ്ങൾ. ആ മാസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതിൽ സ്വന്തത്തിനോട് അക്രമം ചെയ്യുക എന്നുള്ളത് മറ്റുള്ള മാസങ്ങളെക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നന്മകളിൽ മുന്നേറുക എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഇതാ നാം പ്രവേശിക്കുന്ന മുഹറം, അത് ഈ മാസങ്ങളിൽ, പവിത്രമായ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ മാസമാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സനത ബിശഹ്രി ഹറാം വഖതമഹ ബിശഹ്രി ഹറാം ബിശഹ്രിൻ ഹറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തെ ആരംഭിച്ചിട്ടുള്ളത് പവിത്രമായ മാസം കൊണ്ടാണ്. അതുപോലെ തന്നെ അത് അവസാനിപ്പിച്ചിട്ടുള്ളത് പവിത്രമായ മാസം കൊണ്ടാണ്, ദുൽഹിജ്ജ കൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഫലൈസ ശഹ്റുൻ ഫിസ്സന ബഅദ ശഹ്രി റമളാൻ അഅ്ളമ ഇൻദല്ലാഹി മിനൽ മുഹറം. അല്ലാഹുവിന്റെ അടുക്കൽ റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ മാസം എന്നുള്ളത് മുഹറമാണ് എന്ന് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പോലെയുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ വളരെ ശ്രേഷ്ഠമായ ഒരു മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ മാസത്തിന്റെ പവിത്രത എന്താണെന്നും ആ മാസത്തിൽ നാം ഒരുക്കേണ്ടത് എങ്ങനെയാണെന്നും നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം മാസത്തെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അല്ലാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ്. അല്ലാഹുവിന്റെ മാസം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഫ്ദലുസ് സിയാം ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്നുള്ളത് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറമിലെയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാഖത്തുല്ലാ, ബൈത്തുല്ലാ, നാറുല്ലാ എന്നീ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ മഹത്വത്തെ, അതിന്റെ പ്രാധാന്യത്തെ, അതിന്റെ ഗൗരവത്തെ അറിയിക്കുന്ന വാക്കാണ്. അപ്പൊ അള്ളാഹുവിന്റെ മാസം എന്ന് അള്ളാഹു തആല മുഹറമിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. ആ മുഹറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനുവേണ്ടി നാം ഒരുങ്ങണം, അതിനുവേണ്ടി തയ്യാറാവണം. എന്താണ് മുഹറത്തിലെ ശ്രേഷ്ഠതയായിട്ട്, എന്താണ് ഈ ശ്രേഷ്ഠത വരാനുള്ള കാരണം എന്നുള്ളിടത്ത് ഇമാം അൽ ഖുർതുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നമാ കാന സൗമുൽ മുഹറം അഫ്ളലുസ് സിയാം മിൻ അജ്ലി അന്നഹു അവ്വലുസ് സനത്തിൽ മുസ്തഅനഫതി ഫകാന ഇസ്തിഫ്താഹുഹു ബിസ്സൗമി അല്ലദീ ഹുവ അഫ്ളലുൽ അഅമാൽ. മുഹറത്തിന് ശ്രേഷ്ഠതയുള്ള കാരണം അത് വർഷങ്ങളുടെ തുടക്കമായിട്ടുള്ള മാസമായി എന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ശ്രേഷ്ഠമായ ഒരു ഇബാദത്തായ നോമ്പ് ധാരാളമായി നോൽക്കാൻ അതിന്റെ അഫ്ളലിയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഉലമാക്കൾ പറയുന്നു, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അഫ്ളലുസ് സിയാം ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും പറഞ്ഞു കാണാം, മുഹറം മാസത്തിൽ മുഴുവനും നോമ്പ് നോൽക്കാൻ ഇത് അറിയിക്കുന്നുണ്ട് എന്ന്. അതിനുള്ള ദലീലായിട്ട് ഈ ഹദീസിനെ ഉദ്ധരിക്കുന്നുണ്ട്. റമളാൻ പോലെ തന്നെ മുഴുവനും നോമ്പ് നോൽക്കാൻ ഈ ഹദീസിലൂടെ അനുവാദമുണ്ട് എന്ന് മുൻഗാമികൾ, പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നോമ്പ് നോൽക്കേണ്ട, നമ്മുടെ കഴിവിന്റെ പരമാവധി നോമ്പ് നോൽക്കേണ്ട മാസമാണ് മുഹറം. നോമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായി സ്ഥാനം നൽകപ്പെട്ടിട്ടുള്ള ഇബാദത്താണ്. നബി സല്ലല്ലാഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട്, കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സൗം ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി. എല്ലാ അമലുകളും ആദം സന്തതി ചെയ്യുന്ന മനുഷ്യൻ ചെയ്യുന്ന എല്ലാ അമലുകളും അവന് വേണ്ടിയിട്ടുള്ളതാണ്, നോമ്പൊഴികെ അത് എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളതാണ്, ഞാനാണ് അവന് പ്രതിഫലം നൽകുന്നത്. സഹോദരങ്ങളെ, നോമ്പിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അല്ലാഹു തആല അനുവദിച്ച കാര്യങ്ങളെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഒരു നിശ്ചിത സമയത്തേക്ക് അവന്റെ റബ്ബിലുള്ള വിശ്വാസം തെളിയിക്കുന്ന, അവന്റെ സ്വന്തത്തെ അതുപഠിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന, ഏറ്റവും മഹത്തായിട്ടുള്ള, വളരെയധികം നമുക്ക് അള്ളാഹുവിലേക്ക് സാമീപ്യം നേടിത്തരുന്ന, പിശാചിന്റെ പ്രവേശനം നമുക്കുള്ളിൽ നിന്ന് തടയുന്ന, അള്ളാഹുവിലേക്ക് കൂടുതൽ ഖുർബത്ത് ലഭിക്കുന്ന മഹത്തായ ഒരു ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, മുർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന. നബിയെ, എനിക്കൊരു കർമ്മം നിങ്ങൾ കൽപ്പിക്കണം, എനിക്ക് പറഞ്ഞു തരണം എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹു. നീ നോമ്പ് നോൽക്കുക. നോമ്പിന് പകരമാകുന്ന, അതിനോടൊപ്പം എത്തുന്ന മറ്റൊരു കർമ്മവുമില്ല. വീണ്ടും ചോദിച്ചു, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ പറ്റി പറഞ്ഞു. വീണ്ടും ചോദിച്ചു, വീണ്ടും നോമ്പിനെ പറ്റി പറഞ്ഞു. അതിനോട് യോജിച്ചു വരുന്ന മറ്റൊരു കർമ്മവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, നാം തയ്യാറാവുക. മുഹറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാസമായ മുഹറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അഫ്ളലായ ഇബാദത്തായി നോമ്പിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി നമ്മുടെ നഫ്സിനെയും നമ്മുടെ സ്വന്തത്തെയും നാം തയ്യാറാക്കുക. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, യഹ്യാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലോട് കൽപ്പിക്കാൻ 5 കാര്യങ്ങൾ കൽപ്പിക്കാൻ പറഞ്ഞു. അതിലൊരു കാര്യം നോമ്പിനെ കുറിച്ചായിരുന്നു. ആ ഹദീസിന്റെ ആ ഭാഗത്തിൽ നമുക്ക് കാണാം, വആമുറുക്കും ബിസ്സിയാം. യഹ്യാ നബി അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായേലിനോട് പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് നോമ്പ് കൊണ്ട് കൽപ്പിക്കുന്നു. ഫഇന്ന മസല ദാലിക്, നോമ്പുകാരന്റെ ഉപമ എന്ന് പറഞ്ഞാൽ, കമസലി റജുലിൻ ഫീ ഇസാബത്തിൻ മഅഹു സുറ ഫീഹാ മിസ്കുൻ ഫകുല്ലുഹും യഅജബ്. ഒരു വ്യക്തി അവനൊരു സംഘത്തിനോടൊപ്പമാണ്, അവന്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്, അതിനകത്ത് മിസ്കുണ്ട്. അത് വളരെയധികം, അതിന്റെ ഗന്ധം ആളുകളെ അത്ഭുതപ്പെടുത്തുന്നു. അത്രയധികം ആകർഷണീയമായ ഗന്ധമാണ് ആ മിസ്കിനുള്ളത്. എന്നിട്ട് പറഞ്ഞു, ആ മിസ്കിനേക്കാൾ, അതിന്റെ ഗന്ധത്തെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ വിശിഷ്ടമായതാണ് നോമ്പുകാരന്റെ വായിൽ നിന്നുണ്ടാകുന്ന ഗന്ധം. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ അവർ അള്ളാഹുവിലേക്ക് ഖുർബത്ത് നേടിയിരുന്ന പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായിരുന്നു നോമ്പ് നോൽക്കുക എന്നുള്ളത്. ഒരിക്കൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞു. കടുത്ത ചൂടുള്ള സമയത്തും നിങ്ങൾ നോമ്പ് എടുക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉഹിബ്ബു അൻ അകൂന മിൻ റഈലിൽ അവ്വൽ. ഞാൻ നാളെ സ്വർഗത്തിലെ ഒന്നാമത്തെ കൂട്ടരിൽ, ആദ്യത്തെ കൂട്ടരിൽ ഉൾപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിന്റെ മാസമായ മുഹറം, അതിന്റെ പവിത്രത നാം മനസ്സിലാക്കുക. ഒരു വർഷത്തിന്റെ തുടക്കവും അവസാനവും അള്ളാഹു തആല പ്രത്യേകം പവിത്രമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലെ ശ്രേഷ്ഠമായ അമലായ നോമ്പെടുക്കാൻ നമ്മുടെ സ്വന്തത്തെ നാം തയ്യാറാക്കുക, അതിനുള്ള നിയ്യത്തുകൾ വെക്കുക. ഓരോരുത്തരെയും കഴിവിന്റെ പരമാവധി നാം ഈ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നാം ഏതൊരു കാര്യം ഒഴിവാക്കിയാലും അതിനുത്തമമായത് അള്ളാഹു തആല പകരം നൽകും. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഒഴിവാക്കിയാൽ തന്നെ അതിനുത്തമമായ പ്രതിഫലം അള്ളാഹു തആല ദുനിയാവിലും പരലോകത്തും നൽകും. അപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് അള്ളാഹു തആല അനുവദനീയമാക്കിയ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ വേണ്ടി, അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി ഒഴിവാക്കുന്ന ഒരുത്തന്റെ അവസ്ഥയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. നിങ്ങൾ ഇതാ മുൻകഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുക്കിയതിന്റെ ഫലമായി ഈ സ്വർഗ്ഗത്തിൽ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ കുടിച്ചുകൊള്ളുക, പാനീയങ്ങൾ കുടിച്ചുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടും. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുജാഹിദ് റഹിമഹുല്ലാഹ് അതുപോലെ മറ്റു പല മുഫസ്സിരീങ്ങളും പറഞ്ഞു, നസലത് ഫിസ് സൗം. ഈ ആയത്ത് ഇറങ്ങിയത് നോമ്പിന്റെ വിഷയത്തിലാണ്. മൻ തറക ലില്ലാഹി തുആമഹു വശറാബഹു വശഹ്വതഹു അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻ ദാലിക തുആമൻ വശറാബൻ ലാ യൻഫദ്. ഒരാൾ അള്ളാഹുവിന് വേണ്ടി അവന്റെ ഭക്ഷണം, അവന്റെ പാനീയം, അവന്റെ ഇച്ഛകൾ അവൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു തആല അതാ ഒരു അവസാനവും ഇല്ലാത്ത ഭക്ഷണവും പാനീയങ്ങളും അവന് വേണ്ടി പകരം നൽകുന്നതാണ്. അള്ളാഹു തആല പറഞ്ഞു, മസലുൽ ജന്നത്തുൽ ലതി വഅദൽ മുത്തഖൂൻ. തഖ്വ പാലിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗ്ഗം, തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നുണ്ട്. ഉകുലുഹാ ദായിമുൻ വദില്ലുഹാ തിൽക ഉഖ്ബൽ ലദീന തഖൗ. അതിലെ ഭക്ഷണവും അതുപോലെ തന്നെ അതിന്റെ തണലും അത്
നിലനിൽക്കുന്നതാണ്, സ്ഥിരമായി നിൽക്കുന്നതാണ്. തഖ്വ പാലിക്കുന്നവർക്കുള്ള ഭവനമാണ്, അവർക്ക് ചെന്നെത്താനുള്ള സ്ഥലമാണ് ആ സ്വർഗം. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നാം എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാലും അതിന് പകരമായി അല്ലാഹു തആല സ്വർഗം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രതീക്ഷിച്ച് അല്ലാഹുവിന് വേണ്ടി ഒരു ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളത് മഹത്തായ ഇബാദത്താണ്. അതുകൊണ്ട് പരിശ്രമിക്കുക. ഈ മുഹറം നാം ഏറ്റവും അധികം നോമ്പ് നോറ്റ് അല്ലാഹുവിലേക്ക് സാമീപ്യം നേടി മറ്റു പല ഇബാദത്തുകളിലും മുന്നേറി ഏറ്റവും നല്ലൊരു തുടക്കം ഈ വർഷത്തിന് തുടങ്ങുമെന്നുള്ള നിയ്യത്തിൽ നാം ഇതിലേക്ക് പ്രവേശിക്കുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ.